ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചെന്ന പരാതിയിൽ പിറവം നഗരസഭാംഗത്തെ അയോഗ്യനാക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ പരാതി ഇലക്ഷൻ കമ്മീഷൻ തള്ളി. കോട്ടയത്തെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ തോൽവിക്ക് പിന്നിൽ പിറവം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജിൽസ് പെരിയപ്പുറമാണെന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ പരാതി. തോൽവിക്ക് പിന്നാലെ പിറവം ടൗണിൽ പിടിയും പോത്തും വിളമ്പിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ജിൽസ് പെരിയപ്പുറത്തെ അയോഗ്യരാക്കാൻ നടത്തിയ നീക്കം കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടിയായിരിക്കുന്നത്. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കെ ഷാജഹാൻ തള്ളി. ജിൽസിനെ അയോഗ്യനാക്കാൻ പറ്റിയ കാരണങ്ങൾ പരാതിക്കാരന് തെളിയിക്കാൻ സാധിച്ചില്ലെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഇലക്ഷൻ കമ്മീഷന്റെ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ജിൽസ് പെരിയപ്പുറം പറഞ്ഞു. ഒരു വർഷത്തോളമായ കേസ് ഇങ്ങനെ നീളുകയായിരുന്നു. ഇന്നലെ അതിൻ്റെ വിധി വന്നു. ആ വിധിയിൽ എനിക്ക് അനുകൂലമായിട്ട് അവർ കൊടുത്ത കേസ് അത് തള്ളിക്കൊണ്ട് അനുകൂലമായിട്ട് വിധി വന്നു. ആ വിധിയെ പ്രത്യേകം ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പാർട്ടി സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ലക്ഷം വോട്ടിന് തോൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ജിൽസ് പെരിയപ്പുറം പിറവം ടൗണിൽ 2000 പേർക്ക് പിടിയും പോത്തും വിളമ്പിയത് വിവാദമായിരുന്നു. കൂടാതെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ഷൻ കമ്മീഷന് ടോമി ജോസഫ് പരാതി നൽകിയത്. സംസ്ഥാനത്തെ നഗരസഭകളിൽ CPI വനിത ഭരിക്കുന്ന ഏക നഗരസഭയാണ് പിറവം. LDF 13, UDF 13 എന്നതാണ് കക്ഷിനില. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ജിൽസ് പെരിയപ്പുറം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം സീറ്റ് സിന്ധുമോൾ ജേക്കബിന് നൽകിയതോടെയാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ച ജിൽസ് പെരിയപ്പുറം പാർട്ടിയുമായി അകന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.